ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ ഇന്ന് ഗ്രീൻ പീസ് ഫ്രൈ ചെയ്യാൻ പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് തലേദിവസം രാത്രി ഞാൻ 1 കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ട്. നമ്മൾ കറി വെക്കാൻ എടുക്കുന്ന ഗ്രീൻ പീസ് അല്ലേ, ഉണങ്ങിയത്, അത് ഒരു 6-7 മണിക്കൂറെങ്കിലും നല്ലപോലെ കുതിർത്തെടുക്കണം. അതുപോലെ കുതിർത്തെടുത്താണിത്. ഞാൻ വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നതാണ്. നമുക്കിത് ഒരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നമുക്ക് ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. നമുക്ക് ഫുള്ള് വെള്ളം പോകുന്ന രീതിയിൽ ഇതിലിട്ടിട്ട് പുറമെ നമുക്ക് കുറച്ച് ടിഷ്യൂ പേപ്പറും കൂടെ എടുത്തിട്ട് ഇങ്ങനെ വെള്ളം ഒട്ടില്ലാത്ത രീതിയിൽ പ്രസ് ചെയ്തെടുക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ച ഗ്രീൻ പീസ് പാക്കറ്റ് കിട്ടുമല്ലോ, ആ ഗ്രീൻ പീസ് ഒന്നും ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നു കേട്ടോ. ഉണക്ക ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്ത് തന്നെ ചെയ്യണം. പിന്നെ ഇതിന് ചിലർ പല സ്ഥലത്തും പല പേരാണെന്ന് പറയാനല്ലേ. പല സ്ഥലത്തും അട്ടാണി എന്ന് പറയാറുണ്ട്, പച്ചക്കടല എന്ന് പറയാറുണ്ട്. ഞങ്ങൾ ഗ്രീൻ പീസ് ഫ്രൈ എന്ന് തന്നെയാണ് പറയാറ് കേട്ടോ. നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ നമുക്ക് കിട്ടാറില്ല, നമ്മുടെ കടല ഫ്രൈ ഒക്കെ കിട്ടുന്ന പോലെ തന്നെ 10 രൂപയുടെ പാക്കറ്റ് നമ്മൾ കടന്ന് വാങ്ങിക്കാറില്ലേ, ആ സംഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതാ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ ഞാൻ നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മളിത് അടുപ്പത്ത് വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുവാണേ. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുവാണേ. ഓയിൽ നല്ലപോലെ ചൂടാവട്ടെ. ഇപ്പോൾ ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഗ്രീൻ പീസ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഗ്രീൻ പീസ് ഓയിലേക്ക് ഇട്ടതിന് ശേഷം നല്ലപോലെ പൊട്ടിത്തെറിക്കും കേട്ടോ. അതുകൊണ്ട് നമുക്കൊന്ന് കുറച്ചെടുത്ത് മൂടി വെക്കാം. അതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുത്താൽ മതിയേ. നമുക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ആ എണ്ണയിൽ കിടന്ന് പൊട്ടുന്നതൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം. ഇത് ഫ്രൈ ആവുന്നത് മനസ്സിലാവുന്നത് ഇത് ഇപ്പോൾ ഭയങ്കര ഓവറായിട്ട് ഇങ്ങനെ തിളക്കുന്നില്ലേ, ഈ തിളച്ച് വരുന്നതൊന്ന് സ്ലോ ആകുമ്പോഴത്തേനാണ് ഇത് ഫ്രൈ ആവുന്നത് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. ഇത് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ടൈം പിടിക്കുന്നുണ്ട് കേട്ടോ. അതായത് പച്ച ഗ്രീൻ പീസ് അല്ലേ, വേണ്ട കളർ മാറി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് ആയി നമ്മൾ എണ്ണയിൽ ഇട്ടിട്ട് ആയിട്ടില്ല. നമുക്ക് മൊത്തത്തിൽ കളർ മാറി എല്ലാം ഫ്രൈ ആയിട്ട് വരണം. അങ്ങനെ ഇതാ നമ്മുടെ ഗ്രീൻ പീസ് ഫ്രൈ റെഡി ആയിട്ടുണ്ടോ. ഇപ്പോൾ ആ എണ്ണ പൊട്ടിത്തെറിക്കുന്നതൊക്കെ നിന്നായിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പരുവം. ഉണ്ടാവും കോരി ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഇതേപോലെ സൗണ്ട് കേൾക്കുന്ന രീതിയിൽ അതിൻ്റെ എണ്ണ തിളക്കുന്നതും നിന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. എണ്ണയൊക്കെ പോയതിന് ശേഷം നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ചായക്ക് എടുക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എണ്ണ നല്ലപോലെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യുമ്പോൾ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ദിവസത്തേക്ക് ചായക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗ്രീൻ പീസിന് ഉപ്പ് ഉണ്ടാകാറുണ്ടല്ലേ. നമ്മളിപ്പോൾ ഇതിന് ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മളിത് ഇത്ര ഉപ്പ് നമ്മൾ ഇടുവാണ്. ഇട്ടിട്ട് നമുക്ക് ഇതിലിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയേ. ചിലർ ഇതിൽ മുളക് പൊടി ചേർക്കാറുണ്ട്, കുരുമുളക് പൊടി ചേർക്കാറുണ്ട്. അപ്പോൾ ഞാനതൊന്നും ചേർക്കുന്നില്ല, ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഉപ്പ് മാത്രം ഇട്ട് ഇങ്ങനെ ഇളക്കി ഒരു ഡപ്പയിൽ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി. പിന്നെ കറക്റ്റ് നല്ല ഗ്രീൻ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്കിന് ഉപയോഗിക്കുന്ന ഫുഡ് കളറില്ലേ, അതിൽ ആ ഗ്രീൻ കളറിൽ 2 ഡ്രോപ്സ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ടിഷ്യൂ പേപ്പറിലിട്ട് വെറ്റാക്കിയൊക്കെ എടുത്തില്ലേ, സാധനം ഉണക്കി എടുത്തില്ലേ, വെള്ളമൊട്ടും ഇല്ലാതെ ആ ഡ്രൈ ആക്കി എടുത്ത സമയത്ത് ഇത് ആ ഗ്രീൻ കളർ 2 തുള്ളി ഇട്ടിട്ടൊന്ന് കൈ കൊണ്ട് തിരുമ്മി കൊടുക്കുകയാണെങ്കിൽ നല്ല പച്ച കളർ കിട്ടും. നമുക്ക് കഴിക്കാൻ വീട്ടിലത്തേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഗ്രീൻ കളർ ചേർത്തിട്ടില്ല. നമുക്ക് കടയിൽ കിട്ടുന്ന അതേ പച്ച കളറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ 2 തുള്ളി കളറും കൂടെ ആഡ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.